നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുന്നത്. അവന് തന്നല്ല വേണ്ടിണ്ടാവുക, അവന് പുറത്ത് പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കണ്ടേ. അതെ ഓ ക്ലാസ്സിലത്തെ നല്ല രസമുണ്ട് അല്ലേ. ഇതിന്റെ ലിങ്കും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഞാൻ ഷെയർ ചെയ്തത്. ഇത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്ന ബർത്ത്ഡേ പോയി കേട്ടോ. ഇങ്ങനത്തെ പോയിന്റ് ഹീൽസ് ആണ് വരുന്നത്. ഇത് അത് നമുക്ക് പോകാൻ നേരത്തെ പാട്ട് ഓഫ് ചെയ്ത് എന്നെ കൊണ്ട് പാടിക്കും. ഇപ്പൊ വന്ദേ മാതരം എന്നെങ്ങനെയാണ് ഇൻട്രോ. അതെ, August 15 അസൂട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. 10 വയസ്സ് തികഞ്ഞ് 11ാമത്തെ വയസ്സാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു കുഞ്ഞു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ. എന്താണ് എനിക്ക് 10-11 വയസ്സായപ്പോഴത്തേന് ഇത്ര ഹൈറ്റായി. പക്ഷെ അവനും അവൻ്റെ പപ്പൻ്റെ വീട്ടിലത്തെ പോലെയാണ്. അവിടെ എല്ലാവരും നല്ല ഹൈറ്റും സൈസൊക്കെ അല്ലേ, അവനും അതുപോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളായിരിക്കും അറിയാമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു ആസിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ തലേ ദിവസം തുടങ്ങിയത് ആരൊക്കെ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് നോക്കട്ടെ മമ്മ. ഫസ്റ്റ് ആരാ വിഷ് ചെയ്യാന്നൊക്കെ. ആരാ ഫസ്റ്റ് വിഷ് ചെയ്ത്? ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് വന്ന് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ഫോർമാലിറ്റിക്ക് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പപ്പ രാത്രി 1 മണിയായപ്പോൾ മൂപ്പര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് എണീച്ചിട്ട് ആരാ വിഷ് ചെയ്ത്? 6 മണിക്ക് അവനെ വിളിച്ചു. ഹാപ്പി ബർത്ത്ഡേ അപ്പൊ അത് കിട്ടി. പിന്നെ ഗ്രൂപ്പിൽ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ. അതൊക്കെ വലിയ ഇഷ്ടമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് അസൂട്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് കുറേ അടിപൊളി വിശേഷങ്ങൾ കാണിച്ചു തരാം അല്ലേ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അസൂട്ടിൻ്റെ മാത്രമല്ല കുഞ്ഞുമോളുടെ നമ്മളുടെ ഈ പറഞ്ഞ എൻഗേജ്മെൻറ്റുള്ള എൻ്റെ ഒരു നാത്തൂൻ കുഞ്ഞുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ടു യും കൂടി August 15 കേട്ടോ. അപ്പം ഇത് രണ്ടുപേരും August 15 ആൾക്കാർ. രണ്ടുപേരും ഒരാഴ്ചയിൽ വാർത്തെടുത്ത 2 ആൾക്കാർ. ഞാൻ എപ്പോഴും ഇവൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മാമിനെ അങ്ങോട്ട് മുറിച്ച് വെച്ചിരിക്കാന്ന് ഞാൻ പറയാറുണ്ട്. രണ്ടിനും ഒരേ ക്യാരക്ടറാണ്, കാണാനും ഏകദേശം ഒരുപോലെയാണ്. ഇത് ബോയ് ആയതുകൊണ്ട് അറിയില്ല. ഇതിൻ്റെ കൈയ്യാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു കൈ ഉണ്ടല്ലോ, ഇത് കറക്റ്റ് അവളുടെ കൈ ഇതുപോലെ. കാലാണെങ്കിലും അവരുടെ ഒരു നേച്ചർ ഒരുപോലെ. അവർ രണ്ടുപേരും ഒരേ ദിവസമാണ് ജനിച്ചത് അല്ലേ. അത് വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പിന്നെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുന്നത്. അവന് തന്നല്ല വേണ്ടിണ്ടാവുക, അവന് പുറത്ത് പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കണ്ടേ. ഉച്ചയ്ക്ക് എന്നാലും വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കും. ഈവനിങ് ആകുമ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കട്ടെ വേഗം. അപ്പോൾ ആദ്യം ചിക്കൻ മസാല ഉണ്ടാക്കട്ടെ. റെസിപ്പി ഒന്നും കാണിക്കണില്ല, സിമ്പിൾ മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അഗാരോയുടെ ഇമ്പീരിയൽ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ 4 സെറ്റുള്ള കോംബോ ആണ് ഞാൻ വാങ്ങിയത്. 3 സെറ്റുള്ള കോംബോയും ഉണ്ട്. ഇത് ഇൻഡക്ഷനിലും അതുപോലെ ഗ്യാസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാത്രം ആയതിനെ വെച്ച് ഒരുപാട് ചൂടാക്കരുത് കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മൾ എണ്ണയോ വെള്ളമോ എന്താ സാധനം അത് ഇട്ട് കൊടുക്കണം. ഡ്രൈ ഹീറ്റ് ചെയ്യരുത്. അതുപോലെ കുറച്ചൊക്കെ ഒരു ചെറിയ തീയിൽ വേണം ഇതിൽ കുക്ക് ചെയ്യാൻ. അങ്ങനെയാണ് ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവാതെ കുറേ കാലം ഇതുപോലെ നിൽക്കും. അതുപോലെ ഇത് വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്ക്രബ്ബർ എന്നിട്ട് ഉരക്കാതെ നല്ല തുണി കൊണ്ടോ സ്പോഞ്ച് കൊണ്ടൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ഈ ഒരു അഗാരോയുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ് ഇതുപോലെ നിൽക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലായതുകൊണ്ട് ഇതിൻ്റെ കോട്ടിങ് പോണ ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു കുക്ക് വെയർ സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാൻ വേറൊരു പാത്രങ്ങളുടെ ആവശ്യമില്ല. എല്ലാത്തിനും ഗ്ലാസ് ലീഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ക്ലാസ്സിലത്തെ ഫ്രണ്ടിന് ഒരു ഹായ്. ആരാണ്? അഷിതോ? അഷിതാണ്. അഷിത് കാണാറുണ്ട്. അഷിതിനൊരു ഹായ് കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ എൻഗേജ്മെന്റ് വിശേഷങ്ങളാണല്ലോ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പറയേണ്ട ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ അസുഖത്തിൻ്റെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് പോവാണ്. പിന്നെ നമുക്ക് ഞാൻ അന്ന് ഹെയർ കളർ സ്ട്രീക്സിൻ്റെ ഹെയർ കളർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് അമോണിയ ഇല്ലാത്ത കളേഴ്സ് ഉപയോഗിച്ചൂടെ, കെമിക്കൽസ് ഇല്ലാത്തത് ഉപയോഗിച്ചൂടെ. സ്ട്രിക്സ് ഒക്കെ അത്യാവശ്യം കെമിക്കലാണല്ലോ. അപ്പം അമോണിയ ഒന്നും ഇല്ലാത്ത എന്താ പറയുക എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇച്ചിങ്ങോ ഹെയർ ഫോളോ ഒന്നും ഇല്ലാത്ത നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു ഹെയർ കളേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ എവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കട്ടെ. പിന്നെ ഞാൻ ഇങ്ങനെ മുടി കെട്ടിയിട്ട് ഏതോ വീഡിയോയിൽ 1-2 വീഡിയോയിൽ വന്നപ്പോഴേ കുറേ പേരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കെട്ടിയിട്ട് രസം അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കിട്ടുന്നേ. അതായത് ഇന്ന മുടി ഇവിടെ കുറേ ബേബി ഹെയർസ് വന്നിക്കുക ഫ്രണ്ടിൽ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളാണ്. അപ്പോൾ ആ ബേബി ഹെയർസൊക്കെ ഒന്ന് അടങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പിരിച്ച് വെച്ച് കെട്ടിയതായിരുന്നു.
അപ്പോഴേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ണിമ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഹെയർ കളറിൻ്റെ കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ സ്ട്രീക്സിൻ്റെ ഒന്ന് കാണിച്ചിരുന്നത്. അത് നല്ല കെമിക്കലാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടോ, ഇങ്ങനെ അധികം കെമിക്കലില്ലാത്ത അമോണിയ ഇല്ലാത്ത കളറുകൾ യൂസ് ചെയ്തുകൂടെ, അങ്ങനത്തെ കളറുകൾ ഉണ്ടെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അമോണിയ ഇല്ലാത്ത കളറുണ്ടോ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഗ്രേ ഹെയർസ് ഉണ്ട്, പിന്നെ കുറച്ച് ഗോൾഡ്, അങ്ങനെ ആകെ കൂടി ഒരു മിക്സ്ഡ് ഹെയർസാണ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ ഗ്രേ ഹെയർസും വൈറ്റ് ഹെയർസൊക്കെ ഉള്ളവർക്ക് ഇതാ ഈവ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു അമോണിയ ഫ്രീ ഹെയർ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 7 പാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ അമോണിയ ഇല്ല, കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല. വൈറ്റ് ആൻഡ് ഗ്രേ ഹെയർസ് ഉള്ളവർക്കൊക്കെ നല്ല കളറായി. ഇതിൻ്റെ ഒരു 4 ഷെയ്ഡുകളുണ്ട്. ബർഗണ്ടി റെഡ് ഉണ്ട്, പിന്നെ ഇതൊരു ഡാർക്ക് ബ്രൗൺ ആണ്, മീഡിയം ബ്രൗൺ ഉണ്ട്, ഒരു ഡാർക്ക് കോൾ എന്ന് പറഞ്ഞ കളറുണ്ട്. അപ്പം അതായത് സാധാരണ ബ്ലാക്ക് മുടിയുള്ളവർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ ഗ്രേ ഹെയർസും വൈറ്റ് ഹെയർസും ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹെയർ കളറാണ് കേട്ടോ ഇത്. ഈബ കോസ്മെറ്റിക്സിൻ്റെ അമോണിയ ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെയർ കളറാണ്. അപ്പം ഇത് ശരിക്കും ഒരു ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യാം. നമ്മുടെ മുടിൻ്റെ ശരിക്കും നമ്മുടെ മുടിൻ്റെ കളറായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പൗച്ചിൽ തന്നെ 7 പാക്കറ്റ് ഉണ്ടാവും കേട്ടോ. ഒരു പാക്കറ്റ് തന്നെ മതിയാവും അത്യാവശ്യം നമുക്ക് കളർ ചെയ്യാനൊക്കെ. ഇതിന് എത്രയാണ്, 199 രൂപയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ കറുപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി കെമിക്കൽസ് ഉള്ളത് യൂസ് ചെയ്താലേ വീണ്ടും വീണ്ടും മുടി ഡാമേജ് ആവില്ല ചെയ്യാം. ഇത് മുടി ഡാമേജ് ആവില്ല, മുടിക്ക് ഒരു ഹെന്ന ഇട്ട പോലത്തെ ഒരു കെയറാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത് എന്തായാലും ഉണ്ണിമോനും ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾക്ക് ഹെന്ന ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ തന്നെ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാനും ഉണ്ണിമോനും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം പുറത്ത് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചെന്നാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കാം കേട്ടോ. ഈബ കോസ്മെറ്റിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്തത് കിട്ടും. ഓക്കെ, നല്ലൊരു സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഈവനിങ് ആയപ്പം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നത് ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പം ഒരു കുഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ, ഒന്ന് പുറത്ത് പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞാൻ കുറച്ച് ഓൺലൈൻ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സ് ഇപ്പോഴും ഫിക്സ് ഇങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഡിസൈനൊക്കെ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടില്ല. അതിപ്പോൾ അറിയാമല്ലോ, ഷൈത്തായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലുള്ളൂ ഫിക്സ് ചെയ്യാനൊരു സമാധാനം. അവൾ ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളുമായിട്ട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം അതൊന്ന് ഫിക്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കളർ കോഡ് ഇടാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഇക്കാണെങ്കിലും അതുപോലെ ഇക്കാൻ്റെ 2 അനിയന്മാരും അവരെല്ലാവരും ചിലപ്പോൾ വരുന്നുണ്ടാവും. എല്ലാവർക്കും ഇതിപ്പോൾ ഈ ഒരു എമർജൻസി ലീവ് ആവുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അപ്പം മാക്സിമം അവർ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു കളർ കോഡ്, അതുപോലെ കുട്ടികൾക്കൊരു കോഡ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ അറിയാതെ 4 ഇളയച്ചിമാരൊന്നും അത് ഫോട്ടോ കണ്ടപ്പോഴത്തെ എനിക്ക് 4 അങ്ങോട്ട് വായിൽ വന്ന 3 ഇളയച്ചിമാരും ഒരു നാത്തൂനുമാണ് കേട്ടോ. അപ്പം അപ്പം ഞങ്ങൾ 4 പേരും ഒരു കളറ്, കുഞ്ഞുമോള് വേറെ കളർ, അങ്ങനെയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡിസ്കഷനിലാണ്. എന്തായാലും അത് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളോട് എന്തായാലും കാണിച്ചു തരാം. ഇന്ന ഡിസൈനാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ചുരിദാർ, ഇതും എനിക്കിതാ ഇതിൻ്റെ ഫുൾ പിക്ക് ഇതാണ്. ഈ ചുരിദാർ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു സിൽക്ക് ഓർഗൻസിയുടെ ഒരു ഷോളാണ്. അതുപോലെ ഈ മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ഉള്ളതുകൊണ്ട് കാലിൻ്റെ അടിയിലും ഈ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ അടിയിലുണ്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക്, അതുപോലെ ബോട്ടത്തിൻ്റെ അടിയിലും ഇങ്ങനെ ലേസ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ ഫുൾ ലെങ്ത്തുള്ള ഒരു സൈഡ് ഓപ്പൺ ചുരിദാറാണ് കേട്ടോ. അപ്പം ഈ ചുരിദാർ വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം, ഏത് പേജിൽ നിന്നാണ് വാങ്ങിച്ചെന്നൊക്കെ കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് സാധനങ്ങൾ പിന്നെ ചോദിക്കുന്ന കാര്യം എൻ്റെ ചെരുപ്പുകളെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഹോളായിട്ടൊന്നും ഹോൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ചെരുപ്പുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൽ കുറവാട്ടോ. കാരണം ഷോപ്പുകളിലൊക്കെ കളക്ഷൻ എപ്പോഴും അങ്ങനെ ഒരു ഭയങ്കര കളക്ഷനൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഓൺലൈനായിട്ടുണ്ട് അധികവും ഞാൻ ചെരുപ്പ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു 2 ചെരുപ്പുകൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതുണ്ട്. ഇത് കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് കമ്മലും മാലകളൊക്കെ ഉള്ളതുണ്ട്. ഇതേ ഒന്നാമത് ഇനിയിപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനും കുറച്ച് നമുക്ക് അങ്ങനത്തെ ടൈപ്പുള്ള കുറച്ച് കമ്മലുകളും മാലയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. അതുപോലെ ഒരു ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഷൂട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറയാം, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് എന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് തരണ്ട്. ഓക്കെ, ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഇങ്ങനെയൊരു ചെരുപ്പാണ് ഇത്. നല്ല ഹീലുള്ള ചെരുപ്പാണ് കേട്ടോ. ഇതിങ്ങനെ ലെങ്ത്തുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ കുറച്ച് നല്ലൊരു
സെറ്റപ്പിൽ നിൽക്കാൻ വേണ്ടി നല്ല ഹൈ ഹീൽസ് ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ കണ്ട് ഉള്ള ഹീൽസ് ഉള്ളതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഞാൻ ഷെയർ ചെയ്തത്. എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി കേട്ടോ. കമൻസിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്ലോക്ക് ഹീൽസ് ആയതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് ചെയ്യണം. വലുതാണെന്നുണ്ടെങ്കിലും നല്ല ബാലൻസ് കിട്ടും. എനിക്ക് പിന്നെ ഇത് ആദ്യം മുതലേ ഈ ഹൈ ഹീൽസ് ഇട്ടിട്ട് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്തൊരു ചെരുപ്പുണ്ട്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. ഞാൻ കാണിച്ചുതരാം. അതെ, ഇങ്ങനെയൊരു ഷൂ ടൈപ്പ് ഉള്ളതാണ് കേട്ടോ. ഇതിന് ഇങ്ങനത്തെ പോയിന്റ് ഹീൽസ് ആണ് വരുന്നത് കേട്ടോ. ഇത് വീഡിയോയിൽ എത്രമാത്രം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി അങ്ങോട്ട് കിട്ടുന്നില്ല. ഇങ്ങനൊരു കളറാണ്, ഒരു സെമി വെൽവെറ്റ് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഒരു ബാൻഡ് വരുന്നുണ്ട്. അതായത് ഈ ഷൂ ഇടുമ്പോൾ എപ്പോഴും എനിക്ക് ഷൂ ഇടാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഷൂ എപ്പോഴും ഇങ്ങനെ ഫിറ്റായി കൊള്ളുന്നില്ല. ചിലപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്ന പോലെ ഒരു കറക്റ്റ് സൈസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് ഓൺലൈനിൽ ഷൂ പോലത്തെ ചെരുപ്പുകൾ വാങ്ങിച്ചിടാൻ ഭയങ്കര ടെൻഷനാണ്. കാരണം പാകാവോ ഇല്ല. ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് ഇട്ട് നോക്കി സെറ്റാക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പം ഇതിങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ ഒരു ബാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ കാലിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പോയിന്റ് ഹീൽ ടൈപ്പാണ് കേട്ടോ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതിങ്ങനെ ഒരു ആംഗിൾ ലെങ്ത്ത് സൽവാറൊക്കെ ഇടുന്ന സമയത്ത് അതിലേക്ക് നല്ല സ്യൂട്ടാവും, നല്ല രസമുണ്ടാവും. ഇന്ന് പക്ഷേ ഞാനത് ഇടുന്നില്ല. ഇതൊക്കെ നമുക്കിനി ഇൻഷാല്ലാ ചിലപ്പോൾ ഇക്കൊക്കെ വരുന്നുണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് കമ്മലുകൾ കാണിച്ചു തരാം കേട്ടോ. കമ്മലുകൾ ഞാൻ ഈ പറഞ്ഞൊരു എൻഗേജ്മെൻറ്റ് മാത്രമല്ല, ഇനിയിപ്പോൾ ഓണം ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് ഓണം ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ എപ്പോഴും ഇടുന്ന പോലത്തെ നല്ലൊരു ഹെവി ഹാങ്ങിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നല്ല ഹെവി ഹാങ്ങിങ്സ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കേട്ടോ, ഇതാണൊരു കമ്മല്, നല്ല രസമുണ്ട്. ഇത് ഒരു കുന്തൻ വർക്കൊക്കെ ഉള്ള ഒരു കമ്മലാണ് കേട്ടോ. അതിൻ്റെ താഴത്ത് ഇതുപോലത്തെ മുത്തുകളുണ്ട്. ഭയങ്കര രസമുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല, ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു ഷൂട്ടിനൊക്കെ ഒരു ഫുൾ ഡേ ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കാത് വേദനിക്കും. പക്ഷെ ഒരു ഷൂട്ടിനൊക്കെ ഇടാനും ഒക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു കമ്മലുണ്ട്, കാണിച്ചുതരാം. എനിക്ക് ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഇട്ടിട്ടേ ഇത് കാണുമ്പോൾ അത് വാങ്ങിക്കുന്ന ഒരു ക്രേസ് ആയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ വലിയ കമ്മൽ കാണുന്നത്. ഇങ്ങനൊരു കമ്മൽ കണ്ട, നല്ല രസമുണ്ട് അല്ലേ. ഇതൊക്കെ ശരിക്കും നമുക്കൊരു ഓണം ഡ്രസ്സിലൊക്കെ ഭയങ്കരമായിട്ട് സ്യൂട്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ജുമുക്കുകളാണ് ഇതിൻ്റെ താഴെ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയുള്ള ഇങ്ങനെ 2 കമ്മലുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ജുമുക്കയുള്ളൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ. വാ, ഇതൊക്കെ ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇനി ഓണം ഷൂട്ടൊക്കെ ഉള്ള ടൈം കിട്ടിയാൽ മതി. അപ്പോഴത്തേനും ഇനി മങ്കടേക്ക് പോണ്ടി വരില്ല. ഇക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ചെയ്യണമെന്നുണ്ട്. അപ്പം എന്തായാലും സാധനങ്ങളൊക്കെ വേഗം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തതാണ്. ഇത് പിന്നെ അവരെനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ, കോംപ്ലിമെൻ്റ് ആയിട്ട്. ഞാൻ സെലക്ട് ചെയ്തതല്ല. ഇങ്ങനെ ഒരു ചോക്കർ, ഇങ്ങനെ ഒരു ഹാങ്ങിങ്സ് ഒക്കെ വരുന്നത് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ചോക്കറാണ് കേട്ടോ. ഇതും ഇതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ കമ്മലുണ്ട്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ചോക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ തരാം കേട്ടാ. ഇങ്ങനെ ഒരു ചോക്കറാണ് കേട്ടോ, സിമ്പിളാണ്. അതായത് ഇങ്ങനെ കെട്ടുന്ന ചോക്കർ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ഒരു ചോക്കറും അതുപോലെ അതിൻ്റെ ഈ പെൻഡൻറ്റ് പോലെ തന്നെയുള്ള 2 സ്റ്റെഡും ആണ് കേട്ടോ ഇതിനുള്ളത് കേട്ടോ. ഇങ്ങനത്തെ 2 സ്റ്റെഡും സെയിം പെൻഡൻറ്റിൻ്റെ സെയിം ആയിട്ടുള്ളതാണ്. ഇതും ഇങ്ങനെ ഈ ഒരു മാലയും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നല്ല ഒരു ഓണം ഡ്രസ്സിലേക്കൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഹെവി അല്ലേനും ഭയങ്കര സിമ്പിളാണെന്നും നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതാണ് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള. കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ വരുന്ന വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് ഫിക്സ് ചെയ്യലാണ്. അതെന്തായാലും ഇപ്പോൾ കുഞ്ഞുമോളുടെ ഡ്രസ്സ് എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സും ഒരു കളർ ഞങ്ങളിങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഷൈത്ത കൂടി വന്നിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഏത് മോഡലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇക്ക വരുന്ന കാര്യം അത് ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല. ഇൻഷാല്ലാ അതിൻ്റെ 1-2-3 ദിവസം മുന്നേ ആയിട്ട് ഇക്ക വരുന്നുണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നിനി പോട്ടെ, ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത് എൻ്റെ ബാഗൊന്നും എടുത്താൽ മാച്ച് ബാഗൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ പുതിയ ടീഷർട്ട് ഞങ്ങൾ ഓൺലൈനിലുണ്ട് വാങ്ങിച്ചിട്ട്. സ്കൂളിലുണ്ട്, പോകാൻ സമയം കിട്ടില്ല. 3 ഭാഗമല്ല, അപ്പോൾ 3 റിട്ടേൺ അയച്ചു. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു വൈറ്റ് ടീഷർട്ട് ഇട്ടൊന്ന് ബർത്ത്ഡേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒറ്റ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ബർത്ത്ഡേ ഉള്ളൂ. എത്ര പറയാം കിട്ടാറുണ്ടെന്നിട്ട്. അപ്പോൾ ഇത് വാപ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഞങ്ങൾ വെറുതെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, സ്വാതന്ത്ര്യ റാണികൾ നിൽക്കണില്ല.
മരത്തുമൊക്കെ പെയിന്റ് അടിച്ചു പെയിന്റ് അല്ല ഇൻഡിപെൻഡൻസ് ഡേ മോഡാക്കിയാണ് നെക്സ്റ്റ് ഒക്കെ. ഓക്കെ അടിപൊളി. നമ്മുടെ ഫോട്ടോ പോസ് ചെയ്തിരിക്കണേ. ഇന്ന് ആസുട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലേ. അപ്പം നമ്മൾ വെറുതെ ഇന്ന് എന്തായാലും ഒരു ഹോളിഡേ കൂടിയാണ് കുട്ടിക്ക്. ഞങ്ങൾ വെറുതെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കേണ്ടി വന്നതാണ് അല്ലേ. പണ്ടേ ലൈഫിൽ കേക്ക് കട്ടിയാ ഉണ്ണിക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. നാളെ കാണാനില്ല. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ആവശ്യമില്ല. ഫുള്ള് ഡെക്കറേഷനാണ് ആലൊക്കെ തന്നെ അല്ലേ. ഓ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ എന്താ അത് നമുക്ക് പോകാൻ നേരത്തെ പാട്ട് ഓഫ് ചെയ്തിട്ട് തന്നെ കൊണ്ട് പാടിക്കാം. ഇപ്പൊ കേക്ക് കട്ടിയാവാ. അപ്പോൾ ആദ്യം ഞങ്ങൾ നെസ്റ്റോയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ സ്മാക്കിൽ പോയി ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചു. ഇവിടെ നമ്മളുടെ ഈ ഒരു പെരിന്തൽമണ്ണ റോഡിലുള്ള ഈ ഒരു ഫൺ ഡേ ലൈഫിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം, കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണിമോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ എന്തോ ഒരു തിരക്കിലായതുകൊണ്ട് അവന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും മധുരമൊക്കെ കൊടുത്തു. വെറുതെ ഒരു ഓർമ്മ, ആ ഒരു ദിവസത്തെ സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മ പങ്കിടൽ മാത്രം. അങ്ങനെ ഒരു ബർത്ത്ഡേ കുട്ടികൾക്ക് സന്തോഷമാണല്ലോ അതൊക്കെ. അതുകൊണ്ട് പിന്നെ ഇന്ന് കുഞ്ചൂസിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ അവൾ അവിടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവളും അതുപോലെ സന്തോഷം പങ്കിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ണിക്കുട്ടനെ കുറേ നേരം കാത്തുന്നു. അവനെ കാണാനില്ല. അപ്പം തന്നെ ഞങ്ങൾ കട്ട് ചെയ്തു. എന്തായാലും വരട്ടെ. ഒറ്റയ്ക്ക് കട്ട് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്ന ബർത്ത്ഡേ പോയി കേട്ടോ. ഫൺ ഡേ ലൈഫിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഇവരുടെ ഒരു സ്റ്റീംഡ് മോമോസ് ആണ് കേട്ടോ. അത് അതിൻ്റെ ചട്നിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കൊടുന്ന് വെച്ചപ്പോൾ തന്നെ അത് ഫിനിഷായി പോയി. 2 വട്ടം വാങ്ങിച്ചു. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ അവിടെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണത്. അതുപോലെ പിന്നെ ഈ വൈറ്റ് സോസുള്ള പാസ്തയും എല്ലാത്തിനും അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്, അടിപൊളിയാണ്. ഇത് നമ്മളുടെ പെരിന്തൽമണ്ണ റോഡിൽ അറിയുള്ളൂ, തെക്കുമുറിയിലാണ് ഈ ഒരു ഫൺ ഡേ ലൈഫ് ഉള്ളത് കേട്ടോ. പിന്നെ അവരുടെ ക്യാപ്പച്ചിനാണെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ലൊരു ക്രീമിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും പട്ടാമ്പി ഒരു മസ്റ്റ് ട്രൈ ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ദിവസമാണ് കഴിഞ്ഞു പോയി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ലോഗിൽ വിശേഷം കേട്ടോ. അപ്പോൾ ഇനി നല്ല എൻഗേജ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. വരുന്ന വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ.